ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പോൾ നമുക്ക് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇത് ഇന്ന് നാളെയും വരുന്ന വിശേഷമല്ല കേട്ടോ, ഇത് നമുക്ക് ഇനി വരാൻ പോകുന്ന വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നും നാളെയും വരുന്ന വിശേഷങ്ങളൊക്കെ മെയിൻ ചാനലിലാണ് ഇടുന്നത്. അപ്പോൾ ആരെങ്കിലും അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണേ. അപ്പോൾ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ നവ്യയെ ഉപദ്രവിച്ചും നവ്യയുടെ സമാധാനം കെടുത്തിയും കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നൊരു ഒറ്റ ഉദ്ദേശമേ ജലജയ്ക്കും അനാമികയ്ക്കും ഒക്കെ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നവ്യയുടെ ഭദ്രതയിൽ കരുതി ദേവയാനി നമ്മുടെ ഗോവിന്ദനെയും കനകയെയും ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. എവിടെ നിന്ന്? നമ്മുടെ നന്ദാവനത്തിൽ നിന്ന്. ഇന്ത്യവരം. ഇന്ത്യവരം അല്ല കേട്ടോ, നമ്മുടെ പേരൊക്കെ മാറിപ്പോകുന്നു, കഥയൊക്കെ മാറിപ്പോവാണോ എന്താ ദൈവമേ. അപ്പം വേറെ ഇങ്ങോട്ടേക്ക് വല്ല ഇറക്കുമതി ചെയ്തിരിക്കുന്നത് അനന്തപുരി തറവാട്ടിലേക്ക്. അപ്പം അനന്തപുരി തറവാട്ടില് നമ്മുടെ കനക എത്തി അറിയാലോ, ജലജയെ വരച്ച വരയിൽ നിർത്തും. അപ്പൊ ഇനി അനാമികയെ വരച്ച വരയിൽ നിർത്തണം. ജലജയുടെ ഹസ്ബൻഡ് വന്നതോടുകൂടി ഏകദേശം വരച്ച വരയിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജലജനെ കൊണ്ട് ഒത്തിരി അങ്ങോട്ട് ഉപദ്രവമില്ല. പക്ഷെ ഈ അനാമിക എന്ന് പറയുന്ന കുരുട്ട് സാധനം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നവ്യയ്ക്കും നയനിക്കും എതിരെ ചെയ്യുകയാണ്. അപ്പം ഈ അനാമികനെ ഒന്ന് അടക്കി ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കള്ളത്തരമൊക്കെ ദേവയാനി ഒരുക്കി വെച്ചിരിക്കുകയാണ്. നീ ഈ കുടുംബത്തിന്റെ ഭദ്രതയും അതുപോലെ തന്നെ ഈ കുടുംബത്തിന്റെ എല്ലാ സ്ഥാനങ്ങളും ഏറ്റെടുക്കണം. അവള് കണ്ടില്ലേ നയന, അവൾ അടുക്കള വഴിയിലെ എല്ലാവരുടെ മനസ്സിൽ കയറി പറ്റിയതോ. മോളും അതങ്ങോട്ട് ചെയ്യുക. മോളും അടുക്കള വഴി തന്നെ വേണം എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി പറ്റാനായിട്ട്. ആദ്യം മോള് പാചകമൊന്നും ചെയ്യണ്ട, ഞാൻ പഠിപ്പിക്കാം. മോൾ എനിക്ക് ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. ഞാനുണ്ടല്ലോ പാചകത്തിന് മുമ്പിൽ. മോളെല്ലാം കട്ട് ചെയ്ത് തരികയൊക്കെ ചെയ്താൽ പിന്നെ തറ തുടയ്ക്കണം. അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനിടെ ബീനാഷിനെ പറഞ്ഞൊക്കെ വിട്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ രേവതി കയറി വരുന്നത്. രേവതി സഹിക്കുമോ? തൻ്റെ മകൾ വന്നപ്പം തറയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബക്കറ്റും ഒരു മോപ്പൊക്കെ കയ്യിലുണ്ട്. അയ്യോ മോളെ, ഇത് എന്താ മോളെ, ഇത്രയ്ക്കും മോൾക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ? ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. പിന്നെ ഞാൻ വല്യമ്മേനെ കരുതിയാ. ഏത് വല്യമ്മ? ആ ദേവയാനിയല്ലേ? അവളാരാ സൈസ്? അവളിപ്പോൾ അവളുടെ മരുമോളെ സ്നേഹിച്ച് കൊണ്ട് നടക്കുക. മോൾ അവൾ പറയുന്നത് കേട്ടിട്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി എന്ത് ചെയ്തു? നേരെ ചെല്ലുകയാണ് മുത്തശ്ശിയുടെ അടുത്തേക്ക്. അപ്പം മുത്തശ്ശനില്ല. മുത്തശ്ശിയുടെ അടുത്തേക്ക് എന്നിട്ട്, ഇവിടെ എന്താണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് നിങ്ങളെല്ലാം പണിയെടുപ്പിക്കുകയാണോ? നിങ്ങൾക്കറിയാമോ എൻ്റെ കുഞ്ഞവിടെ ഒരു ചൂലെടുത്ത് മിറ്റും പോലും അടിക്കില്ല, പെരയ്ക്കകം പോലും അടിക്കില്ല. ഒരു മൊട്ട് സൂചി താഴെ വീണാൽ അത് എടുത്തു കൊടുക്കാൻ 100 വേലക്കാരുണ്ടായിരുന്നു. എന്നിട്ടാണോ ഇപ്പം എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, എന്താ രേവതി നീ വിളിച്ചു പോകുന്നത്? ഈ വീട്ടിലെ പണി അവൾ ചെയ്തെന്ന് ഓർത്തോണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇപ്പൊ അങ്ങ് തലപ്പത്തിരിക്കുന്ന നയനമോളുണ്ടല്ലോ, ഇതുപോലെ തന്നെ ആയിരുന്നു. അവൾ ഈ വീട്ടിലെ സർവ്വ പണിയും ചെയ്ത് തന്നെയാ ജീവിച്ച് മുന്നോട്ടേക്ക് പോയിരുന്നത്. എന്നിട്ട് എന്താ, അവൾക്ക് വല്ല കുറവുണ്ടായോ? അവൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞോ? ഓഹോ, നയനെയും എൻ്റെ മോളെയും വെച്ച് കമ്പയർ ചെയ്യാൻ മാത്രമൊന്നുമേ ആയിട്ടൊന്നുമില്ല. എൻ്റെ മോൾ എവിടെ കിടക്കുന്നു, നയനെ എവിടെ കിടക്കുന്നു? അപ്പം നമ്മുടെ മുത്തശ്ശി മനസ്സിൽ വിചാരിക്കാം, അത് ശരിയാ, നിന്റെ മോൾ എവിടെ കിടക്കുന്നു, നയനെ മോൾ എവിടെ കിടക്കുന്നു, അത് ശരിയാ. നിങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്കും എന്താ മുത്തശ്ശി മനസ്സിൽ വിചാരിച്ചത്? എന്താ ചിരിക്കുന്നത്? എന്താ കളിയാക്കുകയാണോ? ഏയ്, ഞാൻ കളിയാക്കിയതൊന്നും അല്ല രേവതി. നിന്റെ മോൾക്ക് കുറച്ച് ജോലിയൊക്കെ അറിയണം, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യിക്കുന്നത്. പിന്നെ ഇപ്പം തൽക്കാലം ഇവിടെ വേലക്കാരിയില്ല. പിന്നെ നവ്യയുടെ അവസ്ഥ അറിയാലോ, നവ്യ പ്രഗ്നന്റ് ആണ്. അപ്പൊ പിന്നെ ഇവള് മാത്രമല്ലേ ഫ്രീ ആയിട്ട് ഇരിപ്പുള്ളൂ. അപ്പൊ ഇവള് ഈ പെര തുടയ്ക്കുന്നതിന് എന്താ ഇത്രയ്ക്ക് പ്രശ്നം ഇരിക്കുന്നത്? ഞാൻ കാണിച്ചു തരാം എന്താ ഇത്രയ്ക്ക് പ്രശ്നം ഇരിക്കുന്നതെന്നല്ലേ. ഇവളുടെ കെട്ടിയോൻ എന്തിയെ എന്ന് ചോദിച്ചാൽ അനിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അനിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഓഹോ കൊള്ളാലോടാ, നീ നിന്റെ കാമുകീനെ വലിയ പോലീസുകാരിയാക്കിയിട്ട് എൻ്റെ മകളെ ഇവിടെ ഇട്ട് എന്താ നീ ചെയ്യിക്കുന്നത്? എൻ്റെ മകളെ നീ ഇവിടെ ഇട്ട് എൻ്റെ മകളുടെ ജീവിതം തൂരുംപെടുത്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ സഹിക്കില്ല. സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. നിങ്ങൾ വലിയ കൊമ്പത്തെ വീട്ടുകാരാണ്, ആ വീട്ടുകാരാണ് ഈ വീട്ടുകാരാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കണ്ടോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കയറ് പൊട്ടിക്കാം. അതായത് ഈ സമയത്ത് വേണുവിനെ വിളിച്ചിട്ട് വേണുവിനോട് ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വേണു പറഞ്ഞു, രേവതി എന്തിനാ ഷോ ഇറക്കുന്നത്? അവിടെ പോയി കിടന്ന് ഷോ ഇറക്കിയിട്ട് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരരുത്. എനിക്ക് പറ്റത്തില്ല കേസ് പിടിക്കാൻ. ഞാൻ മടുത്തു കേസ് പിടിച്ച്. നീ മോള് ഓരോ പ്രശ്നം ഉണ്ടാക്കി വെക്കും. ലാസ്റ്റ് അതിൻ്റെ പുറകെ നടക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക്. ലാസ്റ്റ് ഞാനാ ജയിലിൽ പോയി കിടക്കേണ്ടതാ. നിങ്ങൾക്കാണെങ്കിൽ യാതൊരു ദാക്ഷിണ്യമില്ല. നിനക്ക് നിന്റെ ഭർത്താവാണെന്നോ നിന്റെ മോക്ക് നിന്റെ അച്ഛനാണെന്നോ ഒന്നും ഒരു ഇതുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇങ്ങ് പോരെ. അവള് ഒരു പെൺകുട്ടിയല്ലേ, അവള് പണിയട്ടെ. അവൾക്ക് ഇച്ചിരി
അടക്കവും ഒതുക്കവും അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളൊക്കെ അറിയണം. അതുകൊണ്ട് ഞാൻ തോറ്റു നിങ്ങളുടെ മുമ്പിൽ. എനിക്കിനി ഇതിനൊന്നും വയ്യ. സത്യമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി മടുത്തു. ഓരോരുത്തർക്ക് കൈക്കൂലിയും ആ കൂലിയും ഈ കൂലിയും കൊടുത്താണ് നമ്മൾ ഇങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്നത്. ഏകദേശം വേണുവിന് കാര്യങ്ങളൊക്കെ പിടികിട്ടി കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അനാമിക പറയുന്നത്, അത് പിന്നെ അമ്മ ഇനി അമ്മയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട മോളെ. പ്രശ്നം ഉണ്ടാക്കണം. ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലേ മോൾ എന്നും ഇവിടെ കിടക്കേണ്ട വരും. ഞാൻ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ മോള് എന്തോന്ന് പറയണം? മോള് പറയണം എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഈ വീട്ടിൽ എല്ലാവരെയും എൻ്റെ സഹോദരി പോലെയും എൻ്റെ അച്ഛനെ പോലെയും എൻ്റെ ചേച്ചീനെ അനിയൻ പോലെയൊക്കെയാണ് കാണുന്നത് എന്ന് പറയണം. അതിനുവേണ്ടിയല്ലേ ഇത്രയധികം പ്രശ്നം ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ആണോ ഇത് അമ്മയുടെ ബുദ്ധിയായിരുന്നു, എന്നാൽ പിന്നെ നേരത്തെ പറയണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി അവിടെ വന്നു, അതുപോലെ തന്നെ നവ്യ വന്നു. അപ്പം എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ അനാമിക പറയുന്നത്, അത് പിന്നെ അമ്മയെ പ്രശ്നമൊന്നും വേണ്ടമ്മേ, ഇവർക്കൊക്കെ വേണ്ടി എനിക്ക് ജോലി ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല. പ്രത്യേകിച്ച് അറിയാലോ എൻ്റെ വല്യമ്മയ്ക്ക് വേണ്ടി. എൻ്റെ വല്യമ്മയുടെ കരള് അറിയാലോ, എൻ്റെ വല്യമ്മയുടെ കരള് കാർന്ന് തിന്ന് ലാസ്റ്റ് ആരുടെയോ ഒരു കരടും കൊണ്ടാണ് എൻ്റെ വല്യമ്മ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ എൻ്റെ വല്യമ്മയുടെ സങ്കടവും ബുദ്ധിമുട്ടുകളും പ്രയാസമൊക്കെ ഞാൻ കാണണ്ടേ? ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കാലും നീട്ടി ഇവിടെ കയറിയിരിക്കുന്നതല്ലാതെ ഇവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ജോലി ചെയ്തോളാം, എനിക്ക് പ്രശ്നമില്ല. ഒരു കുടുംബം എങ്ങനെയാ നോക്കേണ്ടതെന്ന് എനിക്കും അറിയാം എന്നൊക്കെ പറയപ്പോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിശയമായി പോയിട്ടോ അനി ഇത് അനാമിക തന്നെയാണോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജാനകി ഇച്ചിരി തിരിഞ്ഞു നിൽക്കുകയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ജാനകിക്ക് നമ്മുടെ അനാമികയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് അറിയാം. അനാമികയുടെ കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയോജനമൊന്നുമില്ല. അനാമിക തൻ്റെ മകനെ ചൂഷണം ചെയ്യാനാണ് ഈ പുറകെ നടക്കുന്നതും അതുപോലെ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ മനസ്സിലായ നമ്മുടെ ജാനകിക്കെല്ലാം അറിയാം. അപ്പം ജാനകിക്കെതിരെ ഒരു കേസ് കൊണ്ടുവരിക എന്നതാണിപ്പം രേവതിയുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ജാനകിക്കെതിരെ ഒരു കേസ് കൊടുത്ത്, ഒരു ഗാർഹിക പീഡനത്തിനെതിരെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജാനകിനെ ജയിലിൽ കയറ്റും. ജാനകിനെ ജയിലിൽ കയറ്റാതിരിക്കാൻ വേണ്ടി നമ്മുടെ അനാമികയുടെ കാലു പിടിക്കും എന്നൊക്കെ ഒരു ധാരണയുണ്ട്. പൊട്ട ധാരണകളാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങനെയൊക്കെ നടക്കാൻ പോകുന്നില്ല. കാരണം അവിടെ തലപ്പത്ത് നമ്മുടെ നന്ദു ഇരിക്കുന്ന കാര്യം ഇവരങ്ങ് മറന്നുപോയി. ഏതായാലും എന്ത് ചെയ്തു, മകളെയും വിളിച്ചുകൊണ്ട് നേരെ പോവുകയാണ്. എങ്ങോട്ടേക്ക്? അതും മകൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മുടെ രേവതി കൊടുക്കുന്ന രീതിയിലാട്ടോ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ അനാമികനെ കൂടത്തിൽ കൊണ്ടുപോകുന്നു, എന്നിട്ട് രേവതി കേസ് കൊടുക്കുന്നു. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, മകൾക്കൊരു പ്രശ്നമില്ലല്ലോ. അപ്പൊ മകള് ലാസ്റ്റ് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കാലോ നമ്മുടെ അനാമികയ്ക്ക്. അപ്പം ഇങ്ങനെ തൻ്റെ മകളെ അവിടെ ഇട്ട് പീഡിപ്പിക്കുകയാണെന്നും ഗാർഹിക പീഡനത്തിനെതിരെ കേസ് കൊടുത്തു. ആര് കൊണ്ടുപോയി? നമ്മുടെ രേവതി കൊണ്ടുപോയി. അങ്ങനെ രേവതി കൊണ്ട് കേസ് കൊടുക്കുകയും ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നന്ദുവിൻ്റെ കണ്ണിൽ കേസ് പെട്ടതും അനന്തപുരി തറവാട്ടിനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതും. ഇത് വായിച്ചു നോക്കിയപ്പോൾ രേവതിയാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും എന്ത് ചെയ്യണം? നന്ദുവിനും വേറൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കേസ് അന്വേഷിക്കണം. കേസ് അന്വേഷിക്കാതെ ഒരു ഇതിന് നമ്മുടെ നന്ദു പോവില്ല. അപ്പം നന്ദു നേരെ ചെല്ലുകയാണ് ജാനകിനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. ഏതായാലും ജാനകിനെ അറസ്റ്റ് ചെയ്യാൻ നന്ദു ചെല്ലുന്നു. അപ്പം നന്ദു ഇത് ആരോടും പറഞ്ഞില്ല. കേസിൻ്റെതായ വഴിക്ക് പോകണം, ഇതിനെന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് വേണം, എന്തെങ്കിലും പ്രൂഫൊക്കെ വേണമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മുടെ നന്ദു നേരെ ചെന്നിട്ട്, അതെ ഞാൻ ഇന്ന് പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നിനും അല്ല ചേച്ചി എന്നും പറഞ്ഞുകൊണ്ടാണ് നയനയുടെ അടുത്ത് ചെല്ലുന്നത്. അപ്പം നയന എന്താ മോളെന്ന് ചോദിക്കുമ്പം അത് പിന്നെ എനിക്ക് അനിയുടെ അമ്മേനെ അറസ്റ്റ് ചെയ്യണമെന്ന്. പേടിച്ചു പോയില്ല എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോഴത്തേക്കും അനി എന്താ നന്ദു ഈ പറയുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഒരു ചെറിയൊരു കേസുണ്ട്. ചെറിയ കേസല്ല, അറിയാലോ ഇപ്പം ഈ ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കേസ് തന്നെയാണ്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേ പറ്റൂ. കേസ് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം, അത് നിയമത്തിൻ്റെതായ രീതിയിൽ തന്നെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ജാനകിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഏതായാലും വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും നമ്മുടെ അനന്തപുരി തറവാട്ടിൽ. പെട്ടെന്ന് ആരാണ് കേസ് കൊടുത്തതെന്ന് നോക്കുമ്പോൾ രേവതിയാണ്. അപ്പോഴത്തേക്കും അനി തുടങ്ങും. അനിയാണെങ്കിൽ അനാമികയോട് നീ നിന്റെ അമ്മയും കൂടെ ചേർന്ന് കേസ് കൊടുത്തില്ലേ എന്ന് പറയുമ്പോൾ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും ആണെങ്കിൽ രേവതിനെ വിളിച്ചിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കും അമ്മേ, ബാക്കി എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്തോളാൻ പറയും. അപ്പോൾ മോള് ഇത് അറിഞ്ഞ ഭാഗമേ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ഒരൊറ്റ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അനന്തപുരി തറവാട്ടുകാരെ നാണം കെടുത്തണം. അപ്പം അതാണ് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. നാണം കെടുത്തുക, നമ്മുടെ ജാനകിനെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കയറ്റുക. അപ്പം ഇവർക്ക് എന്തോ ഒരു ചെറിയ മനസ്സുഖമൊക്കെ കിട്ടുമല്ലോ. അപ്പം അതാണ് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഏതായാലും കേസ് വലിയ രീതിയിലൊന്നും ആകാൻ പോകുന്നില്ലെന്നും അറിയാം. അങ്ങനെ നന്ദു ചെന്ന് കഴിയുമ്പോൾ ജാനകി ഭയങ്കര കരച്ചിലാട്ടോ. പുറകെ നിന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. ആദർശും അജയനും ജയനും ഒക്കെ പോയി
അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. പക്ഷെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി സത്യങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും നന്ദു ഉള്ളത് കൊണ്ട് തന്നെ ജാനകിക്ക് വലിയൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുന്നില്ല. അതായത് എന്താ പറയുക, ഒരു പോലീസ് ചോദ്യം ചെയ്യുന്ന രീതിയിലൊന്നും അല്ല അവർ ചോദ്യം ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ നന്ദുവിനെ തഴഞ്ഞ ജാനകിക്കിട്ട് നല്ല തിരിച്ചടി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നന്ദുവിനെ മാറ്റി നിർത്തിയിട്ട് അവിടെ അനാമികയെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അനാമികയെ പൊക്കത്ത് കയറ്റിയെടുത്ത് വെക്കുകയും ചെയ്ത ജാനകിക്ക് ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കണം. അത് വേറെ കാര്യം. ഏതായാലും നമ്മുടെ രേവതിയാണ് കേസ് കൊടുത്തതെന്ന് അറിയുന്നു. അങ്ങനെ രേവതിനെ വിളിച്ചു വരുത്തുന്നു. അപ്പം എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ അവിടെ ഇട്ട് ഓരോ പണികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കേസ് പിന്നെ പിൻവലിപ്പിക്കുകയാണ്. നമ്മുടെ രേവതിനെ കൊണ്ട് തന്നെ കേസ് പിൻവലിക്കുന്നു. എനിക്ക് തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാണ് എന്നും പറഞ്ഞ് ഏതായാലും ലാസ്റ്റ് രേവതി ചെന്ന് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്കിലും കുറച്ച് മനസ്സുഖം കിട്ടി കേട്ടോ. കാരണം ഇനി നമ്മുടെ അനാമികയെ കൊണ്ട് അവർ ജോലി എടുപ്പിക്കത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു ചെറിയൊരു തന്ത്രമായിരുന്നു. ഇച്ചിരി നാണം കെട്ടാലും വേണ്ടൂല, ഇവർക്കൊരു നാണക്കേടില്ലല്ലോ. അനന്തപുരി തറവാട്ടിലാണല്ലോ നാണക്കേട്. പക്ഷേ നമ്മുടെ രേവതിയോട് പിന്നെ വീട്ടിൽ കയറണ്ടായെന്നും രേവതിയും അനാമികയുമായിട്ട് യാതൊരു ബന്ധം പാടില്ല എന്നും ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും അതൊക്കെ ഒരു പരിധി കൂടുതലല്ലേ ഉള്ളൂ. ഇതുപോലെ ഒരു പ്രാവശ്യം വീട്ടിൽ കയറണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ സ്വന്തം ഒരു വീട്ടിൽ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന്റെ അച്ഛനും അമ്മയാണ്. എല്ലാ ചടങ്ങുകളിൽ നിന്ന് മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം വീണ്ടും ഇവർ തമ്മിലുള്ള ബന്ധം പുതുക്കി മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് തടയിടാൻ ആർക്കും പറ്റുകയുമില്ല. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ രേവതിയും വേണുവും ഒക്കെ അടങ്ങാൻ സമയമായിരിക്കുന്നു. ഇപ്പൊ ഇനിയിപ്പം നമ്മുടെ വേണുവിൻ്റെയും രേവതിയുടെയും അനാമികയുടെയും ഒക്കെ ആ ഒരു അധപ്പതനം കാണാൻ തന്നെയാണ് കാത്തിരിക്കേണ്ടത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതിലും കുറെ ട്വിസ്റ്റുകളും കുറെ ന്യൂ ഫെയിം, അതായത് നമുക്ക് കുറെ പുതുമുഖ താരങ്ങളും ഒക്കെ എത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആരാണെന്നൊക്കെ ഞാൻ പറയാം, അടുത്ത വീഡിയോയിലൊക്കെ പറയാട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ്. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.